ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമയാണ്. ഫസ്റ്റ് നമ്മൾക്ക് എല്ലില്ലാത്ത പീസ് കഴുകിയിട്ട് ഇടാം. എന്നിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. നമ്മൾ അരച്ചിട്ടാണ് ഇടുന്നത്. ഇവിടെ ഞങ്ങൾ കല്ലുപ്പാണ് മേടിക്കാറുള്ളത്. അതുകൊണ്ട് കല്ലുപ്പ് ഞങ്ങൾ മിക്സിയിലിട്ട് അടിച്ച് പൊടിയാക്കിയിട്ടാണ് അതിലോട്ടിട്ടത്. ഫസ്റ്റ് മഞ്ഞപ്പൊടി ഇട്ട്, എന്നിട്ട് ജീരകപ്പൊടി കുറച്ച് അര സ്പൂണിട്ട്, എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. ഫസ്റ്റ് മുളക് പൊടി ഇട്ടിട്ട് കുരുമുളക് പൊടി ഇടണം. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ച് മിക്സ് ചെയ്യണം. ഇനി വിനാഗിരി ഒഴിച്ചു. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ ഒഴിച്ചാൽ മതി. എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് 4 hours മൂടി വെക്കണം. അടുത്തത് നമുക്ക് കുബൂസ് ഉണ്ടാക്കാം. നേരി ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് ഇടാം. 1 സ്പൂൺ ഈസ്റ്റ് ഇടാം. എന്നിട്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരമണിക്കൂർ മൂടി വെക്കണം. ഇനിയും 1.5 കപ്പ് മൈദ എടുക്കുക. എന്നിട്ട് നമ്മൾ അതിലോട്ട് പൊടിയിടാം, ഇത്തിരി ഉപ്പിടാം, ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് നമ്മൾ നേരത്തെ പൊന്താൻ വെച്ച ഈസ്റ്റ് എടുത്ത് അതിലോട്ട് ഒഴിച്ചിട്ട് അങ്ങാട് മിക്സ് ചെയ്യുക. എന്നിട്ട് അങ്ങാട് കുഴച്ചിട്ട് ബോള് പോലെ ആക്കിയിട്ട് മൂടി വെക്കുക. എന്നിട്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 2 മണിക്കൂർ കഴിയുമ്പോൾ അത് തുറക്കാം. ചിക്കൻ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുറച്ചായിട്ട് വറക്കാം. ചിക്കൻ വറുത്ത് ചെന്നപ്പോഴേക്കും അവിടെ കുബൂസ് പൊന്തി വന്നു. അത് കഴിഞ്ഞ് അമ്മ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് പരത്തി വെച്ചു. കൈകൊണ്ട് തന്നെ പരത്തി വെച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ ചട്ടിയിലിട്ടു, തിരിച്ചും മറിച്ചും വെച്ചു. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരറ്റും ആവശ്യമുള്ള ക്യാരറ്റും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുക്കുക, വെജിറ്റബിൾസ്. എന്നിട്ട് ടൊമാറ്റോ സോസ് എടുത്തിട്ട് ഒഴിച്ചിട്ട് ഇത്തിരി വെള്ള മൈനോസ് എടുത്തിട്ട് അങ്ങാട് മിക്സ് ചെയ്തു. എന്നിട്ട് മറ്റേ കുബൂസിലോട്ട് ഇത് പുരട്ടി വെച്ചു. എന്നിട്ട് ടൊമാറ്റോ സോസും കുറച്ചിട്ടു. എന്നിട്ട് കുറച്ച് വെജിറ്റബിൾസ് അങ്ങാട് ഇട്ടു, ആവശ്യമുള്ളത്. ചിക്കനും ഇട്ടു. എന്നിട്ട് അങ്ങാട് ടൊമാറ്റോ സോസും അങ്ങാട് ഒഴിച്ചിട്ടു അങ്ങാട് ചുരുട്ടി വെച്ച് അങ്ങാട് കഴിച്ചു. എന്ത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അറിയോ? അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഷവർമ നിങ്ങൾ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളും വീട്ടിൽ ഷവർമ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ടേസ്റ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. ബൈ.